ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നാരൻ്റെ മക്കളെ, ഈ ഒരു കുരുമുളകും കൊണ്ടൊരു കറിയുണ്ട്. അത് ഒന്നൊന്നര കറിയാണ് കേട്ടില്ലേ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാനിതാ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറി വെക്കുമ്പോൾ ഇതിൽ ഉലുവ ഇട്ടാലേ ടേസ്റ്റ് ഉള്ളൂ. ഇതിലേക്ക് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല നമ്മളെ നാടൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളെ കറിക്ക് ഒരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റിയപ്പോൾ തന്നെ. ഇനി ഇതിലേക്ക് ഈ പച്ച കുരുമുളക് ചതച്ചതുണ്ടല്ലോ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഇതൊന്ന് നല്ലോണം എണ്ണയിൽ ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഒരു മണം ഒന്നാര മക്കളെ പറയാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. 2 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നല്ലോണം എണ്ണയിലുണ്ട് വഴറ്റിയെടുക്കുക. ഇനി കറിവേപ്പില കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വാളം പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വാളം പുളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളക്കൂടിയും പാർന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനും കുരുമുളകൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മത്തിയൊക്കെ കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങോട്ട് ഒന്നും അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു ചെറിയൊരു ഗ്രേവിയിലുണ്ട് വരുമ്പോൾ നമുക്ക് തീയാണ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തള വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാനത് അടച്ചു കൊടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഗ്രേവിയിൽ വന്നിട്ടുണ്ട്, ചെറിയൊരു ഗ്രേവിയിൽ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചുകൂടിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടല്ലോ. പൊന്നു മക്കളെ, ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ മാത്രം ഉണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. വീണ്ടും കാണുന്നവർക്കും അസ്സലാമലൈക്കും.